നിങ്ങൾക്കറിയാമോ, നമ്മുടെ ബ്രെയിൻ ഒരു കമ്പ്യൂട്ടർ പോലെ തന്നെ കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നുവെന്ന്? പക്ഷെ അതിലും അത്ഭുതമൊന്നുണ്ട്. ബ്രെയിനിന് മാറാനും വീണ്ടും പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കാനും കഴിയുന്ന ഒരു അത്ഭുത ശേഷി. അതാണ് ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി. ഉദാഹരണത്തിന്, നിങ്ങളുടെ ബ്രെയിൻ ഒരു സ്കില്ല് പഠിക്കുമ്പോൾ, ഒരു പുതിയ ഭാഷയാണോ, ഡ്രൈവിംഗ് ആണോ, സോങ്സ് പഠിക്കലാണോ, ബ്രെയിനിലെ ന്യൂറോൺസ് തമ്മിൽ പുതിയ പാത്വേസ് ഉണ്ടാകും. അതായത് ബ്രെയിൻ ലിറ്ററലി റീവയർ ചെയ്യും. അതുകൊണ്ടാണ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് സ്ലോലി സ്കിൽ പെർഫെക്റ്റായി വരുന്നത്. അതിലും അത്ഭുതം എന്താണെന്നറിയാമോ? ഒരു ചെറിയ ബ്രെയിൻ ഇഞ്ചുറി ഉണ്ടായാലും ചിലപ്പോൾ മറ്റൊരു ഭാഗം അതിന്റെ ജോബ് എടുത്ത് പ്രവർത്തിക്കാൻ തുടങ്ങും. ജൈവശാസ്ത്രത്തിൽ ഇതിനെ റീഓർഗനൈസേഷൻ എന്ന് പറയും. അതാണ് ചിലർക്ക് ആക്സിഡന്റിന് ശേഷം വീണ്ടും സ്ലോലി സംസാരിക്കാൻ, നടക്കാൻ, എഴുതാൻ പഠിക്കാൻ കഴിയുന്നതിന്റെ കാര്യം. മറിച്ച് നല്ല ശീലങ്ങൾ ബ്രെയിനിനെ ശക്തമാക്കും. റീഡിംഗ്, മെഡിറ്റേഷൻ, എക്സസൈസ്, മ്യൂസിക്, ഇതെല്ലാം ന്യൂറോൺസിന് പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും. അതുകൊണ്ടാണ് പഠനം ഒരിക്കലും പിന്നാക്കം പോകാത്തൊരു പ്രോസസ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ബ്രെയിൻ ലിറ്ററലി ഓരോ ദിവസവും മാറുകയാണ്.